ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഇന്നൊരു ഹൊറർ മിസ്റ്ററി മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞാനിതൊരു പ്രേത സിനിമയാണെന്നാണ് കരുതിയിരുന്നത്, പക്ഷെ അങ്ങനെയല്ല. ഒരു ഭയപ്പെടുത്തുന്ന കഥയിൽ പെട്ടെന്നുണ്ടാകുന്നൊരു ട്വിസ്റ്റ് ഉണ്ട്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ്. അവിടെയാണ് ഞാൻ കറങ്ങിപ്പോയത്. അതാണ് ഈ സിനിമയെ മറ്റുള്ള കഥയിൽ നിന്നും വ്യത്യസ്തമാക്കിയത്. തീർച്ചയായും ഇതൊരു വെർത്ത് വാച്ചിങ് ആയിട്ടുള്ള മൂവിയാണ്. പ്രേത കഥകൾ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും കാണാൻ കൊള്ളാവുന്ന ഒരു കഥയാണിത്. എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു കുടുംബം, അമ്മയും 2 പെൺമക്കളും അടങ്ങിയൊരു കുടുംബം, അവരേതോ നാട്ടിലേക്ക് യാത്ര പോവാണ്. ഇതില് ഇളയ മോള്, അവൾക്ക് കഥകൾ എഴുതാൻ വളരെ ഇഷ്ടമാണ്. അതിലൊരു കഥയാണ് അവൾ അമ്മയെ വായിച്ച് കേൾപ്പിക്കുന്നു. എന്നാൽ ഇവളുടെ കഥകളൊന്നും തന്നെ അവളെ ചേച്ചിക്ക് ഇഷ്ടമല്ല. ചേച്ചി ഇത്തിരിയും കൂടെ സ്റ്റൈലായിട്ടുള്ള പെണ്ണ. ഇമാതിരി പഴഞ്ചൻ ഏർപ്പാടൊന്നും ചേച്ചിക്ക് ഇഷ്ടമല്ല. അവൾ ഈ കഥ കേട്ടിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയും. പക്ഷെ അമ്മയാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവാ. ഇവള് പറയുന്ന ഓരോ കഥകളും കേട്ടിട്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റ്, ഇത് വളരെ രസകരമായിട്ടുണ്ട്, നീ വീണ്ടും എഴുതിക്കോ എന്നാണ് പറയുക. ഇങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു മുട്ടായി വാൻ, ഈ കുട്ടികൾക്കൊക്കെ ക്യാൻഡി വിൽക്കുന്ന ഒരു മുട്ടായി വണ്ടി, അത് ഇവരെ പുറകെ വരുന്നുണ്ടാവും. കുറെ നേരം ഹോൺ അടിച്ച് അത് ഇവരെ ഓവർടേക്ക് ചെയ്ത് വരുന്നു. ഇവര് സൈഡ് കൊടുക്കും. അപ്പൊ ആ വണ്ടിക്കുള്ളിലുള്ള ആള് ഒരു ലേഡിയാന്ന് തോന്നുന്നുണ്ട്, ഇവർക്ക് കൈ കാണിക്കുക. ഉടനെ ഇളയ മോളും അമ്മയും അതേപോലെ തിരിച്ച് കൈ കാണിക്കുന്നുണ്ട്. അയാൾ ഓവർടേക്ക് ചെയ്ത് പോവാൻ നിൽക്കുകയാണ്. ഈ സമയത്ത് മൂത്ത മോള് നടുവിരലാണ് പൊക്കി കാണിക്കുക, പോടാ പുല്ലേ എന്നുള്ള രീതിക്ക്. അവൾ ഇച്ചിരി ദേഷ്യക്കാരിയാ. അങ്ങനെ വഴിയെ പോകുന്നവർക്കൊന്നും ടാറ്റ കാണിക്കാൻ അവൾക്ക് താല്പര്യമില്ല. ഇത് കഴിഞ്ഞ് ഇവർ അടുത്തൊരു ഗ്യാസ് സ്റ്റേഷനിൽ വണ്ടി നിർത്തുന്നു. അവിടെയുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറി അനിയത്തിക്കുട്ടി എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കുക. അപ്പൊ ആ കടയിലെ ചേച്ചി ചോദിക്കും, നിങ്ങൾ യാത്രക്കാരാണോ, വേറെ എവിടേക്കെങ്കിലും പോകാൻ വന്നതാണോ എന്ന്. അതിന് അനിയത്തി പറയാണ്, അല്ല, ഞങ്ങൾ ഈ നാട്ടിലേക്ക് താമസം മാറി വരികയാണ്. ഇവിടെ എൻ്റെ അമ്മയുടെ ഒരു ബന്ധുവിൻ്റെ വീടുണ്ട്, ആൻറ്റി ക്ലാരിസിൻ്റെ വീട്. ആൻറ്റി ക്ലാരിസ് മരണപ്പെട്ടു. ഇനി ആ വീടിന് സ്വന്തക്കാരൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനായിട്ട് വന്നാണെന്ന് പറയും. ഇത് കേൾക്കുമ്പം ആ കടക്കാരി ചേച്ചിക്ക് മനസ്സിലാക്കും ആൻറ്റി ക്ലാരിസ് ആരാണെന്നും ഇവരുടെ അമ്മ ആരാണെന്നും. ആൻറ്റിയും അമ്മയും ആ വീട്ടിലാണ് ചെറുപ്പത്തിൽ വളർന്നത്. ഇവരൊരു ഫ്രഞ്ച് നാട്ടുകാരാ. ചെറുപ്രായത്തിൽ ഈ ചേച്ചി അവരെ കണ്ടിട്ടുണ്ട്. അമ്മ കല്യാണം കഴിഞ്ഞ് പിന്നീട് വേറെ നാട്ടിലേക്ക് മാറിപ്പോവായിരുന്നു. ഇപ്പം എന്തായാലും കുടുംബമായിട്ട് തിരിച്ചു വന്നിരിക്കുക. ഇവർ ഈ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതേ കടയിൽ കുറച്ച് പുസ്തകങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് അനിയത്തിക്കുട്ടി കാണും. ഇവളതിൽ ഒരെണ്ണം എടുത്ത് വായിക്കുന്ന സമയം ഇവരെ പാസ് ചെയ്തു പോയ ആ ക്യാൻഡി വാനല്ലേ, അത് പുറത്ത് നിർത്തിയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അയാൾ ഇവരെ ഫോളോ ചെയ്യാണോ എന്നൊരു സംശയം അനിയത്തിക്കുട്ടിക്ക് ഉണ്ടാവും. പക്ഷെ അപ്പോഴേക്കും ആ വാൻകാരൻ അയാളുടെ വണ്ടിയെടുത്ത് അവിടുന്ന് മാറിപ്പോകുന്നു. ഈ സമയത്ത് അതേ കടയിൽ നിന്നും ഒരു പേപ്പർ ന്യൂസ് അനിയത്തിക്കുട്ടി കാണുന്നുണ്ട്, ഈ നാട്ടിലൊരു ഫാമിലി കില്ലറെ പറ്റി. അത് അവൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി വന്നിട്ട് ചോദിക്കും, നീ എന്താ ഈ നോക്കിക്കൊണ്ടിരിക്കണേന്ന്. അപ്പൊ അനിയത്തി പറയാണ്, ഏതോ ഒരു കില്ലർ ആളുകളുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കടന്ന് പാരൻസിനെ കൊന്നിട്ട് കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുന്നു. ആ സമയത്തും പാരൻസിന്റെ ഡെഡ് ബോഡി അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഇത് കേട്ടിട്ട് ചേച്ചി പറയാണ്, നീ ചുമ്മാ ആളെ പറ്റിക്കാൻ ഓരോ കഥകൾ പറയല്ലേ, നീ ഉണ്ടാക്കി പറയണതാണെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇവരിങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ അവസാനം വണ്ടി കയറി അവരുടെ അമ്മ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പഴയൊരു വീടാ, കുറെ നാളായി മെയിൻ്റെനൻസ് ഒന്നും ചെയ്തിട്ടില്ല. കാണുമ്പോൾ തന്നെ ചേച്ചി പറയാണ്, ഇതേതോ സോംബികളുടെ വീടാണ്, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്. വീടിനകത്തേക്ക് കയറി നോക്കുമ്പോൾ ഒരുപാട് പാവകളൊക്കെ ഇരിക്കുന്നുണ്ട്. അതെല്ലാം ആൻറ്റി ക്ലാരിസിന്റെ പാവകളാണ്. അവർക്ക് ഈ പാവകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു അത്രേ. ചെറുപ്പത്തിൽ അമ്മയെപ്പോലും ആ പാവകളെ തൊടിയിച്ചിട്ടില്ല ആൻറ്റി. വളരെ വിജനമായി വൃത്തികേടായി കിടക്കുകയായിരിക്കും വീട്. ഇപ്പൊ സമയം രാത്രിയായി. എന്തായാലും നമുക്ക് തൽക്കാലം കിടന്നുറങ്ങാം, രാവിലെ എല്ലാം വൃത്തിയാക്കി തുടങ്ങാമെന്നും പറഞ്ഞ് അമ്മ മെയിൻ സ്വിച്ച് ഓൺ ആക്കുന്നു. വീട്ടിൽ ലൈറ്റ് വരുന്നുണ്ട്. ഇവർ ബെഡ്റൂം എവിടെയൊക്കെയാണെന്ന് തേടി കണ്ടുപിടിക്കുക. ആ സമയത്ത് ഇളയ മോൾ ഒരു വലിയ കണ്ണാടി കാണും. ആ കണ്ണാടി ഒരു സീക്രട്ട് കണ്ണാടിയാണ്. അതിനെപ്പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് പണ്ടത്തെ ഒരു ബിൽഡാണ്. ഇതിലൊരു ഹൈഡിങ് ബട്ടൺ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ആ ബട്ടൺ അവൾ തേടി കണ്ടുപിടിക്കും. അത് പ്രസ് ചെയ്യുമ്പോൾ ഈ കണ്ണാടി തുറന്ന് അതിനകത്തുള്ള ഒരു ഡോള് കാണുന്നു. കാണുമ്പോൾ പ്രേതത്തിനെ പോലുണ്ട്. പെട്ടെന്ന് തന്നെ ഈ ഡോള് മുന്നിലേക്ക് വീണ് എന്നും പറഞ്ഞ് ചിരിക്കുക. ഈ ചേച്ചിക്കാരി പേടിച്ച് 4 തെറിയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോവും. നിങ്ങൾ ക്ലീൻ ചെയ്യേ, കത്തിക്ക്, എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ അകത്ത് വരുന്നില്ല എന്നും പറഞ്ഞ് ഇവള് ബീഡി വലിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി വരിക. ആ നേരം അനിയത്തിക്കുട്ടി പുസ്തകങ്ങളൊക്കെ അടുക്കി വയ്ക്കായിരിക്കും. പെട്ടെന്ന് അവളെ ദേഹത്ത് കുറച്ച് രക്തം കാണുന്നു. പെണ്ണ് പേടിച്ച് അമ്മയുടെ അടുത്തേക്ക് ഓടി വരിക. അമ്മ എന്ത് പറ്റി മോളെന്നും ചോദിച്ച് മോളടുത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് അവൾ പ്രായപൂർത്തിയായത് മനസ്സിലാവുക. ഫസ്റ്റ് പീരീഡ് ആണ് ഉണ്ടായിരിക്കുന്നത്. ആ നേരത്ത് ചേച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. ഇവള് പീരീഡ് ആയത് കണ്ടിട്ട് നിനക്ക് നല്ല ടൈമിംഗ് ആണല്ലോ എന്നും പറഞ്ഞ് കളിയാക്കിയിട്ടാണ് ചേച്ചി പോവുക.
അനിയത്തിയോട് വലിയ സ്നേഹമൊന്നും കാണിക്കുന്നില്ല. വീണ്ടും പുറത്തേക്ക് വന്ന് അവൾ ഇരിക്കുമ്പം അമ്മ ചേച്ചിയുടെ അടുത്തേക്ക് ചെന്ന് അവൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് ഒരു ചേച്ചി എന്ന നിലയ്ക്ക് നീ അവളുടെ കൂടെ ഇരിക്കുകയല്ലേ വേണ്ടത്, അവളിങ്ങനെ ഒഴിവാക്കി മാറി നിൽക്കാൻ പാടുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പം ചേച്ചി പറയും, എൻ്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക്, അവളെ രക്ഷപ്പെടുത്താനും സ്നേഹിക്കാനും നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഓടിയെത്തുമെന്നറിയാം, അതുകൊണ്ടാണ് ഞാൻ മാറിയെന്ന് പറയും. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ രക്തം കണ്ടാൽ പേടിക്കുന്നവള്, ആൺകുട്ടികളെ കണ്ടാൽ പേടിക്കുന്നവള്, എല്ലാത്തിനും പേടി. അങ്ങനെയുള്ളൊരു പെണ്ണ് എന്തിനാണ് പേടിപ്പിക്കുന്ന പ്രേതകഥകൾ എഴുതുന്നത്? ഇവൾക്ക് വേറെ പണിയില്ലേ? അതുമാത്രമല്ല, പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു സംഭവം കണ്ടു. അമ്മ വിശ്വസിക്കില്ല. അവളൊരു കഥ എഴുതി വെച്ചിരിക്കുക, ആർക്കോ ഇന്റർവ്യൂ കൊടുക്കുന്ന പോലെ. വലിയൊരു എഴുത്തുകാരിയായി മാറിയിട്ട് ആർക്കൊക്കെയോ ഇന്റർവ്യൂ കൊടുക്കുന്നത് പോലെ ഇവളൊരു കഥ എഴുതി വെച്ചിരിക്കുക. അവൾക്ക് പ്രാന്തുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അമ്മ അതൊന്ന് ചെക്ക് ചെയ്യിക്കണമെന്ന് ചേച്ചി പറയുക. അത് കേൾക്കുമ്പോൾ അമ്മ പറയും, നിന്റെ അനിയത്തിയോടുള്ള വിദ്വേഷം എന്താണെന്ന് എനിക്ക് മനസ്സിലാകും, പക്ഷെ ഞാൻ എന്തു പറഞ്ഞിട്ടും നിനക്കത് മാറാൻ പോകുന്നില്ല. നിന്റെ ബോയ് ഫ്രണ്ടിനെ വിട്ടു വന്നുകൊണ്ടല്ലേ നിനക്ക് ഇത്രയും വിഷമമുള്ളത്. പക്ഷെ നമുക്ക് ആ നാട്ടിൽ സ്വന്തമായൊരു വീടില്ല, ഇവിടെ അതാണെങ്കിലും ഉണ്ട്. മെല്ലെ ഇനി ഇവിടുന്ന് ജീവിക്കാൻ നോക്കാമെന്നും പറഞ്ഞ് അമ്മ അകത്തേക്ക് പോവാണ്. അമ്മ പോയി കഴിയുമ്പോൾ ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് അവളെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് എനിക്കറിയാം. എൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയോ എന്നെ സ്നേഹിക്കുകയോ നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ അവളെ മാത്രമാണോ പ്രസവിച്ചതെന്ന് ചോദിച്ച് ഇവൾ അമ്മയെ ചീത്ത പറയുന്നു. അത് കഴിഞ്ഞ് കരയുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് തൻ്റെ അവസാന ബാഗും എടുത്ത് ചേച്ചി വീടിനകത്തേക്ക് കയറി വരും. ഈ സമയത്ത് വലിയ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാതെ നമ്മൾ നേരത്തെ കണ്ടില്ല ക്യാൻഡി വാൻ അതങ്ങോട്ട് വരുന്നു. വന്ന് മെല്ലെ പാർക്ക് ചെയ്യാണ്. ചേച്ചി അനിയത്തിയും എനിക്ക് ഈ റൂം വേണം, നിനക്ക് ആ റൂം വേണമെന്ന് പറഞ്ഞ് അടിയുണ്ടാക്കുക. പെട്ടെന്ന് എന്തോ വീടിന് അകത്ത് വീഴുന്ന ശബ്ദം കേൾക്കാം. പഴയ വീടായതുകൊണ്ട് എന്തേലും പൊട്ടിപ്പോയതായിരിക്കും എന്ന് ഇവർ വിചാരിക്കും. ആ നേരം അമ്മയ്ക്കൊരു കോള് വരുന്നുണ്ട്, പക്ഷെ സിഗ്നൽ കിട്ടുന്നില്ല. അമ്മ ഇങ്ങനെ മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ നിന്നൊരു പെരുത്ത ഗുണ്ടൻ ഓടി വന്ന് അമ്മയെ പൊക്കിയെടുത്ത് ചുവരിലടിക്കും. ആ അടി കൊണ്ട് ഉടനെ ഇവർ ബോധം കെട്ടി വീഴുക. അത് മാത്രം കൂടാതെ ഇവൻ അടുത്തുള്ളൊരു ഭാരമുള്ള പ്രതിമയെടുത്ത് അമ്മയുടെ മണ്ടയ്ക്കടിക്കും. അവരുടെ ബോധം വീണ്ടും പോയി. ഇത് കഴിഞ്ഞാണ് ശബ്ദം കേട്ട് 2 മക്കളും പെൺകുട്ടികളും ആ വരാന്തയിലേക്ക് വരുന്നു. ഇവരാ ഗുണ്ടപ്പനെ കണ്ട് പേടിച്ചോടാൻ തുടങ്ങും. ആ സമയത്ത് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ആ ക്യാൻഡി വാനിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരികയാണ്. കാണാൻ സ്ത്രീയെ പോലുണ്ട്. ഈ നേരം ഗുണ്ടപ്പൻ ഈ പെൺകുട്ടികളെ വീടിന് താഴേക്ക് വലിച്ചുകൊണ്ട് പോകുന്നു. 2 പേരെയും പിടിച്ചു. ആ സ്ത്രീ ഈ കുട്ടികളെ പാസ് ചെയ്ത് ഒരു മുറിയിലേക്ക് മാറി നിൽക്കുക. എന്നിട്ട് ഈ മൂത്ത മോളെ നോക്കി അവൾ കാണിച്ച അതേപോലെ നടുവിരൽ പൊക്കി കാണിക്കും. അയാൾക്ക് സ്ത്രീരൂപം ആണെങ്കിലും ആളൊരു പുരുഷൻ തന്നെയാണ്. മേ ബി ട്രാൻസ്ജെൻഡർ ആയിരിക്കാം. ഞാൻ ആദ്യം വിചാരിച്ചത് ചത്തുപോയ ആന്റി തിരിച്ചു വന്നു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോ ഈ ഗുണ്ടൻ ആ 2 പെൺകുട്ടികളെയും ബേസ്മെന്റിലേക്ക് വലിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ട് ആദ്യം ചെറിയ പെൺകുട്ടിയെ പൊക്കി മണത്ത് നോക്കും. അവൾ അവന് ഇഷ്ടപ്പെട്ടില്ല, എടുത്ത് വലിച്ചെറിയുന്നു. എന്നിട്ട് 2ാമത്തെ പെൺകുട്ടിയെ എടുത്തു പൊക്കി അവളെയും മണത്ത് നോക്കും. അവൾ ഇവന് ഇഷ്ടപ്പെട്ടു, എന്നാലും കഴുത്തി പിടിച്ച് ഷട്ടറിലേക്ക് അമർത്തി പൊക്കി നിർത്തിയിരിക്കുക. കുറച്ചു നേരം കഴിയുമ്പോൾ അവൾ അനങ്ങാൻ പറ്റാതെ ശ്വാസം കിട്ടാതെ ഫ്രീസായി നിൽക്കുകയാണ്. അപ്പൊ ഇയാൾ അവളുടെ കാലി പിടിച്ച് അകത്തുള്ള മറ്റൊരു ഇരുട്ട് മുറിയിലേക്ക് അവളെ വലിച്ചുകൊണ്ട് പോകുന്നു. ഇത് അനിയത്തിക്കുട്ടി കാണുന്നുണ്ട്. അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവൾ കിട്ടിയ ജീവനും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ നോക്കുക. പക്ഷെ മെയിൻ ഡോർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഈ വീടാണെങ്കിൽ ഒരു വിജനമായ സ്ഥലത്താണ്. വിളിച്ചു കൂവിയാലും ആരും കേൾക്കില്ല. ഇവള് കരഞ്ഞുകൊണ്ട് തിരിയുമ്പോൾ ആ പുരുഷ ലേഡിയില്ലേ, അവരവളുടെ മുഖത്തേക്ക് ആഞ്ഞടിക്കും. എന്നിട്ട് പഴയ സ്ഥലത്തേക്ക് മാറിയിരിക്കാൻ പറയുക. ഇവള് പേടിച്ചു പോയി ബേസ്മെന്റിന്റെ വാതിലിരിക്കുകയാണ്. അപ്പൊ ഇയാളൊരു ചാട്ടവാറെടുത്ത് തലങ്ങും വിലങ്ങും ഇങ്ങനെ നടക്കുക. അവന് പാവകൾക്കൊപ്പം കളിക്കണം, അത്രയേ ഉള്ളൂ. അതിനെന്തിനാണ് നിങ്ങൾ ഒച്ച വയ്ക്കുന്നത്? ഈ പെൺകുട്ടി അയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്റെ മുഖത്തേക്ക് നോക്കണ്ട എന്ന് അയാൾ പറയും. പുള്ളിക്കാരന് ഭയങ്കര കോംപ്ലക്സ് ആണെന്ന് തോന്നുന്നുണ്ട്. മുഖത്തേക്ക് നോക്കുന്ന ഇഷ്ടമല്ല. അപ്പോഴായിരിക്കും ബോധം കിട്ടുപോയ അമ്മ എഴുന്നേറ്റ് വരുന്നു. അവരോടി വന്ന് ഈ ട്രാൻസിന്റെ പുറത്തേക്ക് ചാടി വീഴും. തന്റെ മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരമാവധി അയാൾ ആക്രമിക്കാൻ അമ്മ ശ്രമിക്കുന്നുണ്ട്. കയ്യിൽ കിട്ടിയ കുപ്പിച്ചില്ലു കൊണ്ടൊക്കെ അയാളെ വരിഞ്ഞു കുത്താൻ തുടങ്ങും. പക്ഷെ അയാളും വിടുന്നില്ല. അയാൾക്കുള്ള ആരോഗ്യം കൊണ്ട് അമ്മയെ വലിച്ച് നിലത്തിട്ട് ചവിട്ടാണ് പുള്ളി. ഇങ്ങനെ ഇവര് തമ്മിൽ കുറെ നേരം പൊരിഞ്ഞടി നടക്കും. അവസാന ജീവനും കൊണ്ട് അമ്മ പ്രതിരോധിക്കുന്നുണ്ട്. ആ ട്രാൻസ് നിലത്തേക്ക് വീണു. അമ്മയ്ക്ക് ഒരുപാട് കുത്തു കിട്ടിയിട്ടുണ്ട്. അമ്മ മകളുടെ അടുത്തേക്ക് ഇഴഞ്ഞു വന്ന്, മോളെ എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്, ഇവിടെ നിൽക്കണ്ട, ആരെയും നോക്കണ്ട, ഇറങ്ങി ഓടിക്കോ എന്ന് പറയും. ആ നേരത്ത് മൂത്ത മകളുടെ കരച്ചിൽ ബേസ്മെന്റിന്റെ അടിയിൽ നിന്നും കേൾക്കാം. ഇവരങ്ങോട്ട് ഓടിപ്പോവുക. അവിടെ വലിയ ഗുണ്ടൻ മൂത്ത മകളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ അവന്റെ പുറത്തേക്ക് ചാടി വീണ് കൈ കിട്ടിയൊരു കത്തി കൊണ്ട് അവന്റെ നെഞ്ചിലേക്കും കഴുത്തിലേക്കും ഞാഞ്ഞ് കുത്തി അവനെ നിലത്തേക്ക് വീഴ്ത്താണ്. നിലത്ത് വീണ ആളെ ഇത്തിരി പോലും ജീവൻ ബാക്കി വെക്കാതെ അവന്റെ വയറിലും കൂടെ കുത്തിക്കേറി അമ്മ അവനെ കൊന്നുകളയും. ആ നേരത്തെ ഈ ട്രാൻസ് വരുന്നുണ്ട് പുറകിൽ, വലിയ പിച്ചാത്തിയും കയ്യിൽ പിടിച്ചിട്ട്. പെട്ടെന്ന് തിരിഞ്ഞമ്മ അവന്റെ കഴുത്തിലേക്ക് തന്റെ കത്തി കുത്തിയിറക്കും. അങ്ങനെ 2 പേരെയും കൊന്നു. ഈ സ്വപ്നം കണ്ട് ഒരു പെണ്ണ് ഞെട്ടി എഴുന്നേൽക്കുക. അവള് വാവിട്ട് കരയുന്നുണ്ട്. അവളുടെ ഭർത്താവ് ഓടി വന്ന് അവളെ ആശ്വസിപ്പിക്കും. പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. ഒരുപാട് കാലം മുന്നേ അത് കഴിഞ്ഞുപോയി. ഇനിയും ആ ട്രോമയോർത്ത് വിഷമിക്കണ്ട. ഇപ്പൊ നീ ഓക്കെയാണ്, എന്റെ കയ്യിൽ ഭദ്രമാണ്, ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുക. സംഭവം ആ അനിയത്തിക്കുട്ടി ബെത്താണ് ഈ യുവതിയായി മാറിയിരിക്കുന്നത്.
വർഷങ്ങൾക്ക് മുൻപ് അവളുടെ കുടുംബത്തിനുണ്ടായ അപകടമായിരുന്നത്. അത് അവൾ ഓർത്താണ് ഇപ്പോൾ പേടിച്ചിരിക്കുന്നത്. ഇപ്പൊ പെൺകുട്ടി അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ നാട്ടിലെ വലിയൊരു എഴുത്തുകാരിയായി മാറിയിരിക്കുന്നു. അവൾ എഴുതിയ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. എല്ലാം ഹൊറർ സ്റ്റോറീസാ. വലിയ വിജയമാണ് ആ പുസ്തകങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ റീസെന്റായി എഴുതിയൊരു പുസ്തകം അത് നല്ല രീതിയിൽ വിറ്റുപോകുന്നു. ഇൻഡസ്ട്രി ഹിറ്റാണിപ്പോൾ. അതിന്റെ വിവരങ്ങളെല്ലാം ഭർത്താവ് ബെത്തിനോട് പറയുന്നുണ്ടാവും. അതിനെപ്പറ്റി കേൾക്കുമ്പോൾ അവൾക്ക് നാണം വരുന്നു. ഇത് കഴിഞ്ഞ ആ പുസ്തകത്തെ പറ്റിയുള്ള ഒരു ഇന്റർവ്യൂ അവൾ TV-യിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ എല്ലൻ ഷോ ഒക്കെ കണ്ടതല്ലേ, അതുപോലെ ഇതൊരു ഈവ് ഷോ. ആ ഷോയിലെ ഹോസ്റ്റ് ഈ പുസ്തകം വളരെ റിയൽ ആയിട്ടാണ് തോന്നുന്നത്. ഇത് ശരിക്കും നിങ്ങൾക്കും അമ്മയ്ക്കും ചേച്ചിക്കും ഉണ്ടായ അനുഭവമാണോ? എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അതിനവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറയും, ഈ കഥയും കഥാപാത്രങ്ങളും എല്ലാം യാദൃച്ഛികമാണെന്ന്. അവൾ ഉണ്ടാക്കി എഴുതിയതാണ്, ഒന്നും സത്യമല്ല. തനിക്കുണ്ടായ അനുഭവങ്ങൾ അവൾ മറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് കഴിഞ്ഞന്ന് രാത്രി ഭർത്താവിനും മകനുമൊപ്പം ബെത്ത് വിശ്രമിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരുന്നു. നാട്ടിൽ നിന്ന് ചേച്ചിയാണ് വിളിച്ചിരിക്കുന്നത്. ചേച്ചി കരയായിരിക്കും. ബെത്ത്, എത്രയും പെട്ടെന്ന് തിരിച്ചു വായോ, അവരിവിടെ ഉണ്ട്, എനിക്ക് പേടിയാവുന്നു. നീ എന്തിനാ എന്നെ വിട്ടിട്ട് പോയത്? ബെത്ത്, എത്രയും പെട്ടെന്ന് തിരിച്ചു വായോ. ഇത് കേൾക്കുമ്പോൾ അനീത്തി ചോദിക്കുകയാണ്, വിറ, അമ്മയെവിടെ? നിന്റെ കൂടെ അമ്മയുണ്ടായിരുന്നല്ലോ, അമ്മയെവിടെ? എനിക്ക് അമ്മയോട് സംസാരിക്കണം. അപ്പൊ ചേച്ചി, എത്രയും പെട്ടെന്ന് തിരിച്ചു വായോ ബെത്ത്, അവരിവിടെ ഉണ്ട്, എന്നെ വിട്ട് പോവല്ലേന്നും പറഞ്ഞ് കോള് കട്ടാവും. തിരിച്ചു വിളിക്കുമ്പോൾ എടുക്കുന്നുമില്ല. അമ്മയെക്കുറിച്ച് ചേച്ചി ഒന്നും പറയുന്നുമില്ല. സോ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് പിറ്റേന്ന് തന്നെ നാട്ടിലേക്ക് പുറപ്പെടുകയാണ് അനീത്തി പെണ്ണ് ബെത്ത്. മകനെ ഭർത്താവിനെ ഏൽപ്പിച്ച്, ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവർ രണ്ടുപേരും ആ വീട് വിട്ട് പോകണമായിരുന്നു. അതുകൊണ്ടാണ് വിറ ഇപ്പോഴും ആ ട്രോമയിലുള്ളത്. അവരവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണം. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാമെന്നും പറഞ്ഞ് ഭർത്താവിനെയും മോനെയും വിട്ട് ബെത്ത് മാത്രം അവളെ നാട്ടിലേക്ക് പോവാണ്. അങ്ങനെ തിരിച്ച് നാട്ടിലെത്തി വീട് പോയി നോക്കുമ്പം പഴയ അതേ അവസ്ഥയിലായിരിക്കും. ഒരു മാറ്റവുമില്ല. കതക് തുറന്നിട്ടില്ല. പെട്ടെന്നാണ് പിന്നാമ്പുറത്തോടെ അമ്മ മുന്നിലേക്ക് വരുന്നത്. അമ്മ ഒരിക്കലും ബെത്തിനെ പ്രതീക്ഷിച്ചില്ല. മോളെ, നീ എപ്പോഴാ വന്നത്? എന്നോട് വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ, നിനക്ക് സുഖമാണോ, എന്താ വിശേഷം എന്ന് ചോദിച്ചിട്ട് അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിക്കുക. അപ്പൊ ബെത്ത് പറയും, ഇന്നലെ വിറ വിളിച്ചിരുന്നു, അവള് വാവിട്ട് കരയായിരുന്നു, പെട്ടെന്ന് ഫോണും കട്ടായി, അതാണ് ഞാൻ പേടിച്ചിങ്ങോട്ട് വന്ന്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പൊ അമ്മ പറയും, ഇവിടെ ആർക്കൊരു കുഴപ്പമില്ല, അവള് ഫോൺ യൂസ് ചെയ്ത കാര്യം എനിക്ക് അറിയില്ലായിരുന്നു, എന്നെ കാണാതെയായിരിക്കും അവൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ അവള് വിശ്രമത്തിലാണ്. എന്തായാലും മോള് സുന്ദരിയായി വളർന്നിട്ടുണ്ട്, വായോ, അമ്മ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് മോളെ അമ്മ അകത്തേക്ക് വിളിച്ചോണ്ട് പോകുന്നു. വൈകിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നു. മോള് പറയും, ഈ വീട് പഴയതുപോലെ തന്നെ ഉണ്ട്, നിങ്ങൾ മാറ്റമൊന്നും വരുത്തിയില്ലേ, എന്തിനാ ഇത് അതേപടി വെച്ചിരിക്കണേന്ന്. അപ്പൊ അമ്മ, ഇവിടെയുള്ള പഴയ പല സാധനങ്ങളും ഞാൻ വിറ്റു, അതിൽ തന്നെ കുറെ പൈസ എനിക്ക് കിട്ടിയിരുന്നു, അതൊക്കെ വെച്ച് ഞാൻ റെനോവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബെത്ത്, ഞാൻ കുറച്ച് പണം അമ്മയ്ക്ക് അയച്ചിരുന്നല്ലോ, പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ പാടില്ലേ, ഞാൻ അമ്മയുടെ മോളല്ലേ, എന്നെ എന്തിനാ ഇങ്ങനെ അകറ്റി നിർത്തുന്നു, ഞാൻ നിങ്ങളെല്ലാം വിട്ടുപോയി എന്നുള്ള ദേഷ്യമാണോ? അങ്ങനെ ചോദിക്കുമ്പോൾ അമ്മ പറയും, നീ ഞങ്ങളെ വിട്ടു പോയിട്ടില്ല, എല്ലാ മക്കളും ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയും അവരുടെ ജീവിതത്തിന് വേണ്ടിയും കുടുംബം വിട്ടു പോകും, അത് നാച്ചുറലാണ്, അതേ മോളും ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾക്കിവിടെ കുഴപ്പമൊന്നുമില്ല, എന്തായാലും നീ തിരിച്ചു വന്നല്ലോ, സന്തോഷം എന്ന് പറഞ്ഞ് ഇവര് ഭക്ഷണം കഴിക്കാനിരിക്കുക. പെട്ടെന്ന് താഴെയെന്ന് ബേസ്മെന്റിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കും. വിറയാണ്, ചേച്ചിയാണ് കരയുന്നത്. അമ്മ, ഡോറിന് മുകളിലായിട്ടൊരു കീ ഉണ്ട്, അതെടുത്ത് വേണം ആ ഡോർ തുറക്കാൻ, കാരണം അകത്തുനിന്ന് അവള് പൂട്ടും, പേടിച്ച് അവള് താഴെയാണ് ഇരിപ്പുണ്ടാവുക, നമുക്ക് ചെന്ന് അവളെ കാണാമെന്നും പറഞ്ഞ് ഇവര് ഡോറും തുറന്ന് ബേസ്മെന്റിലേക്ക് വരുന്നു. ബേസ്മെന്റിൽ ഒരു മുറിയുണ്ട്, മരം കൊണ്ട് അടിച്ച ഒരു തട്ട് പോലത്തെ മുറി. അവിടെയാണ് ഈ പെണ്ണ് കിടക്കുന്നത്. ചേച്ചി ഒരുമാതിരി ജയിലിൽ കിടക്കുന്ന പോലെ. ഇപ്പൊ നോക്കുമ്പോ അവളവിടെ കാണില്ല, ഒരു പാവ മാത്രമേ ഉണ്ടാവുള്ളൂ. അമ്മയും അനിയത്തിക്കുട്ടിയും കൂടെ ഈ ചേച്ചി അന്വേഷിച്ച് നടക്കുക. പെട്ടെന്നൊരു കബേർഡിനകത്തു നിന്നും വിറ ബെത്തിന് മേളിലേക്ക് ചാടി വീഴും. എന്താടി പറ്റിയെന്ന് അവള് ചോദിക്കുമ്പോൾ വിറ കരഞ്ഞുകൊണ്ട്, എന്നെ സഹായിക്കേ, അവരിവിടെ ഉണ്ട്, എന്നെ അവരെന്തെങ്കിലും ചെയ്യും, എന്നെ സഹായിക്കെന്നും പറഞ്ഞ് അവള് കരയുക. ശരീരം ആസകലം മുറിപ്പാടുണ്ട്. പെണ്ണെന്ത് പറഞ്ഞിട്ടും അടങ്ങുന്നില്ല. ഉടനെ അമ്മ അവളുടെ കൈകാലുകൾ പിടിച്ചടക്ക്, നമുക്ക് കൊണ്ടുപോയി കിടത്താന്നും പറഞ്ഞ് അവളെ പിടിച്ചോണ്ട് വരുന്നു ഈ മരം കൊണ്ടടിച്ച മുറിയിലേക്ക്. അവിടെ ഒരുപാട് ബെഡ് നിരത്തിയിട്ടുണ്ട്. ഇവൾ ഓടിച്ചെന്ന് മുട്ടി വീഴുന്നതുകൊണ്ടും കൈകൊണ്ട് തല്ലുന്നതുകൊണ്ടുമാണ് ആ ബെഡൊക്കെ ഇങ്ങനെ നിരത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ തല കൊണ്ടുപോയി ഇടിച്ച് ഇവൾ സ്വയം മുറിപ്പെടുത്തും. പഴയ ട്രോമയെന്ന് ഇനിയും പെണ്ണ് പുറത്തേക്ക് വന്നിട്ടില്ല. അവരിവിടെ ഉണ്ട്, എന്നെ അവർ ഉപദ്രവിക്കും, എന്നെ അവർ കൊല്ലാൻ നോക്കാന്നും പറഞ്ഞ് വിറ കരയാണ്. എന്റെ അനിയത്തിക്കുട്ടി എവിടെയെന്ന് ചോദിക്കുമ്പം ബെത്ത് അടുത്തെന്ന്, ഞാൻ ഇവിടെ തന്നെയുണ്ട്, എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്നും പറഞ്ഞ് ബെത്തും കരയാൻ തുടങ്ങും. അവൾക്കിപ്പോൾ വലിയ കുറ്റബോധമായി. ചേച്ചി ഈ അവസ്ഥയിൽ വിട്ടിട്ട് പോകാൻ പാടില്ലായിരുന്നു. അവൾക്ക് ഇനിയും ഗുണപ്പെട്ടിട്ടില്ല. പഴയ ട്രോമയുടെ അതേ അവസ്ഥയിലാണ് അവൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവളെ കെട്ടിയിട്ട് കഴിഞ്ഞ് ഇവര് മുകളിലേക്ക് വരും. അപ്പൊ ബെത്ത് അമ്മയോട് ചോദിക്കുക, അമ്മ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്, എന്നോട് എന്തൊന്നും പറയാത്തത്? അപ്പൊ അമ്മ പറയാണ്, കഴിഞ്ഞ ദിവസം ഇവൾ സ്വയം ചെന്ന് റേഡിയേറ്ററിൽ കെട്ടിക്കിടന്നു, എന്നിട്ട് വാവിട്ട് കരയായിരുന്നു, ആരോ അവളെ പിടിക്കാൻ വരുന്ന പോലെ. ആ ശബ്ദം ആരെങ്കിലും കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാ ഡോറുകളും അടച്ചിട്ടു. ഓരോ രാത്രിയും ആ പഴയ രാത്രി റീലീവ് ചെയ്താണ് അവൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കത് മാറ്റാൻ കഴിയുന്നില്ല. അപ്പൊ ബെത്ത് ചോദിക്കുകയാണ്, അവളെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന്. അമ്മ പറയും, എനിക്കറിയില്ല മോളെ, ഞാൻ പലതും ശ്രമിച്ചു നോക്കി, പക്ഷെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ കുറച്ചു നേരമൊക്കെ സംസാരിച്ച് 2 ബോട്ടിൽ ബിയറും കുടിച്ച് വിഷമത്തോടെ ബെത്ത് കിടന്നുറങ്ങുക. രാത്രി ഒരു ശബ്ദം കേട്ട് അവൾ എഴുന്നേൽക്കും. നോക്കുമ്പോൾ ആ കണ്ണാടിക്കകത്തുണ്ടായിരുന്ന പാവയില്ലേ, അത് അവളുടെ വാതിൽക്കൽ നിൽക്കുന്നു.
ഇവള് മെല്ലെ അടുത്തേക്ക് ചെല്ലുക. പെട്ടെന്ന് ആ പാവ ഒച്ച വെച്ച് ഇവളുടെ മേലേക്ക് ചാടി വീഴാണ്. ആ സ്വപ്നവും കണ്ട് പെണ്ണ് രാവിലെ എഴുന്നേൽക്കുന്നു. ആ ബൊമ്മ വന്നത് ഒരു സ്വപ്നമായിരുന്നു. എന്നാൽ രാവിലെ ഇവളെ നേർക്കുള്ള കണ്ണാടിയിൽ ഹെൽപ്പ് മീ എന്ന് ആരോ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഇവൾ അമ്മയെ വിളിച്ചു നോക്കും. അമ്മയെ കാണുന്നില്ല. പുറത്തു പോയി എന്നാ തോന്നണേ. നേരെ ബേസ്മെന്റിലേക്ക് ചെന്ന് അവിടുത്തെ ലൈറ്റ് ഇടുന്നു. അപ്പൊ പൂർണ്ണ നഗ്നയായ ചേച്ചി ഒരു പാവേനെ മാത്രം കയ്യിൽ പിടിച്ചിട്ട്, നീ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് ചാകാൻ വിട്ടിട്ട് പോയതായിരുന്നോ? എനിക്ക് ആരുമില്ല. എന്നെ എന്തിനു ഉപേക്ഷിച്ചിട്ട് പോയി? ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് എത്ര പേടിക്കുന്നുണ്ടെന്നറിയോ? അവരെന്നെ ഉപദ്രവിക്കുക. എന്റെ ശരീരമാസകല അവർ ഉപദ്രവിക്കുന്നു. നീ ദയവ് ചെയ്ത് അവരോട് പറയ്, എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയൂ. ഞാനൊരു നല്ല പെൺകുട്ടിയാണെന്ന് പറയൂ. എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല. അപ്പൊ ബെത്ത് ചേച്ചിയെ കെട്ടിപ്പിടിച്ച്, എന്റെ ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതൊന്നും നിന്റെ കുഴപ്പം കൊണ്ടല്ല. ആരും നിന്നെ ഉപദ്രവിക്കുന്നില്ല. നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടെന്നും പറഞ്ഞ് അവൾ ആശ്വസിപ്പിക്കുക. പക്ഷെ പെണ്ണ് സമാധാനിക്കുന്നില്ല. അവരെന്നെ ഉപദ്രവിക്കാൻ വരുന്നു. ഇതാ വാൻ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് പെണ്ണ് പേടിച്ച ആ മുറിയിൽ ചെന്ന് ഒളിച്ചിരിക്കും. അപ്പൊ ഏതോ ഒരു വണ്ടി വന്നിരിക്കുന്ന ശബ്ദം ഇവള് കേൾക്കുന്നുണ്ട്. ബെത്ത് ഇവളത് ആരാന്നറിയാൻ വേണ്ടി വീടിന് വെളിയിലേക്ക് ചെല്ലുക. ഒരു വാൻ അവിടുന്ന് പോകുന്ന കാണാം. ഏത് വാനാണെന്ന് മനസ്സിലായില്ല. അതേസമയം വീടിന് വെളിയിലായി ഒരു കരിമ്പട്ടി നിൽക്കുന്നുണ്ട്. അതിന്റെ രൂപവും ഭാവവും ഒന്നും അത്ര പന്തിയല്ല. പെട്ടെന്നാണ് അമ്മ വന്ന് ഒരു കമ്പ് കൊണ്ട് ആ പട്ടിയെ ഓടിച്ചിട്ട് കുറച്ച് വേസ്റ്റ് പാവകളെ ഉന്തിത്തള്ളി കളയാൻ വേണ്ടി കൊണ്ടുവരുന്നു. ആ സമയത്ത് അമ്മ ചോദിക്കും, നീ എഴുന്നേറ്റോ? യൂജീൻ വന്നിരുന്നോ? അവൻ എന്തെങ്കിലും ബില്ല് കൊണ്ടുവന്നിരുന്നോ എന്ന്. പക്ഷെ ആരാണ് യൂജീൻ എന്ന് ബെത്തിന് അറിയില്ല. ബെത്ത് പറയും, ഞാൻ ആരെയും കണ്ടില്ല അമ്മേ. അപ്പോഴേക്കും അവർ പോയെന്ന്. ഈ പഴയ പാവകളിൽ നിന്ന് അത് ചിരിക്കുന്ന പോലത്തെ ചെറിയ ശബ്ദമൊക്കെ കേൾക്കാം. പാവക്കുട്ടിയുടെ അകത്ത് ശബ്ദം ഉണ്ടാവില്ലേ, ആ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. ഇതൊന്നും എന്താ ഇത്രയും കാലമായിട്ട് കൊണ്ടുപോയി കളയാത്തെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇപ്പൊ വൈകുന്നേരം ആയിട്ടുണ്ട്. ചെറിയ മോള് വന്ന സന്തോഷത്തിൽ അമ്മ ചില ഭക്ഷണമൊക്കെ പാകം ചെയ്ത് 2 പെഗ്ഗൊക്കെ കഴിച്ചിട്ട് പാട്ടും വെച്ച് ഡാൻസ് ചെയ്യാണ്. ഒപ്പം മോളെയും വിളിച്ച് കെട്ടിപ്പിടിച്ച്, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. എന്റെ മക്കള് 2 പേരും നല്ല സുന്ദരികളാ. നീ പുറത്തു പോയതിൽ എനിക്ക് വിഷമമുണ്ടെങ്കിലും നല്ല പുസ്തകങ്ങൾ നിനക്ക് രചിക്കാൻ കഴിഞ്ഞല്ലോ. ഞാൻ നിന്റെ എല്ലാ പുസ്തകങ്ങളും വായിക്കാറുണ്ട്. ലാസ്റ്റ് എഴുതിയ ഇൻസിഡന്റ് ഇൻ എ ഗോസ്റ്റ് ലാൻഡ് എന്ന പുസ്തകമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ അമ്മ പറയാണ്. ഇങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബേസ്മെന്റിൽ ചേച്ചി പേടിച്ച് വിറച്ച് ഒരു പാവേനെയും കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നെ ആരും ഉപദ്രവിക്കല്ലേ ഉപദ്രവിക്കല്ലേ എന്നും പറഞ്ഞു. ഇവിടെ പാട്ടും ഡാൻസും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അമ്മയെ കൗച്ചി കിടത്തിയിട്ട് ബെത്ത് തന്റെ റൂമിലേക്ക് ചെല്ലും. ഒരു പുസ്തകം വായിക്കാൻ വേണ്ടി അവൾ എടുക്കുകയാണ്. ആ നേരം മറ്റൊരു കണ്ണാടിയിൽ ഹെൽപ്പ് മീ എന്ന് വീണ്ടും ആരോ എഴുതി വെച്ചിരിക്കുന്നു. പെട്ടെന്നാണ് അടുത്ത മുറിയിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. ചേച്ചി കരയുന്ന ശബ്ദം. ഇവൾ ആ മുറിയിലേക്ക് ചെല്ലും. നോക്കുമ്പോൾ താഴെ ബേസ്മെന്റിലുണ്ടായിരുന്ന ചേച്ചി അവളിപ്പോൾ അടുത്ത മുറിയിലാണ്. അവളെ ആരോ പാവക്കുട്ടി പോലെ മേക്കപ്പ് ചെയ്ത് കെട്ടിവെച്ചിരിക്കുന്നു. അവൾ എന്തിനെയോ കണ്ട് പേടിക്കുന്നുണ്ട്. ഇങ്ങനെ അവൾ സ്വയം ചെയ്യുന്നതാണെന്നാണ് അമ്മ പറയാറ്. വിറ, നീ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചിട്ട് അനിയത്തി ഓടിച്ചെന്ന് അവളുടെ കെട്ടഴിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൾ ആരെയോ കണ്ട് പേടിക്കുന്നത് പോലെ മുന്നോട്ട് നോക്കാതെ പേടിച്ചിരിക്കുകയാണ്. അവളെ കെട്ടഴിക്കാൻ ബെത്തിന് കഴിയുന്നില്ല. ചങ്ങലയിട്ടാണ് കെട്ടിയിരിക്കുന്നത്. ഉടനെ അമ്മയെ വിളിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് പെണ്ണ് പുറത്തേക്ക് ഇറങ്ങുക. പെട്ടെന്ന് ടപേന്നും പറഞ്ഞ് ചേച്ചി ഉണ്ടായിരുന്ന മുറിയുടെ ഡോർ അടയുന്നു. ബെത്ത് വിറയോട് ചോദിക്കും, വിറ ഇങ്ങനെ ചെയ്യല്ലേ, മുറി അടയ്ക്കല്ലേ, നീ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ വിചാരിച്ച് സ്വന്തം ശരീരം വേദനിപ്പിക്കല്ലേ, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്, നിന്നെ ആരും ഉപദ്രവിക്കില്ല. ഇവള് ഡോറിനെ പിടിച്ച് തള്ളുകയും ചവിട്ടി തുറക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പക്ഷെ തുറക്കുന്നില്ല. മെല്ലെ ചെന്ന് കീ ഹോളിൽ കൂടെ നോക്കുമ്പോൾ പെട്ടെന്നൊരു രൂപം ഇവളെ മുന്നിലേക്ക് ചാടി വീഴും. അതെന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഉടനെ ഓടിച്ചെന്ന് അമ്മയെ വിളിക്കുന്നു. ആ മുറിയുടെ കീ എവിടെയാണെന്ന് ചോദിക്കുക. അമ്മ അരഫിറ്റിലായിരിക്കും. ഏത് മുറിയുടെ മോളെ? നമ്മുടെ വീട്ടിലെ മുറികൾക്കൊന്നും കീ ഇല്ലല്ലോ, നിനക്കെന്താ പറ്റിയത്? അവൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുക അമ്മ. ഉടനെ അമ്മയെ വിട്ടിട്ട് ബെത്ത് വിറയുടെ അടുത്തേക്ക് വീണ്ടും ഓടി വരും. അപ്പൊ ഈ ഡോറ് തുറന്ന വിറ എന്തോ കണ്ട് പേടിച്ച് വരാന്തയിലേക്ക് ഓടി വരുന്നു. അവളുടെ മുടിയിൽ ആരോ പിടിക്കുന്നത് പോലെയുണ്ട്. വേണ്ട വേണ്ട എന്ന് പറഞ്ഞ അവൾ കരയ. ശരീരമാസകലം രക്തം. കൈ മുന്നിലേക്ക് നീട്ടുമ്പോൾ അവളുടെ വിരലുകൾ തനിയെ ഒടിഞ്ഞു തൂങ്ങാണ്. ഇത് കണ്ട് ബെത്ത് പേടിക്കും. അപ്പോഴായിരിക്കും അമ്മ മുകളിലേക്ക് വരുന്നത്. അമ്മ ഓടി വന്ന് മോളെ കെട്ടിപ്പിടിക്കുന്നു. ഉടനെ വിറ പറയും, എത്രയും പെട്ടെന്ന് ആംബുലൻസിനെ വിളിക്കും അമ്മേ, നമുക്ക് അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. ഞാൻ അവളെ നോക്കാം. അമ്മ ചെന്ന് ആംബുലൻസിനെ വിളിക്കുമെന്ന് പറയാ. എന്നിട്ട് ഇവൾ ഓടി ചെന്നൊരു തലേണ എടുത്തോണ്ട് വരും. ആ സമയത്ത് അമ്മ പുതപ്പെടുത്തോണ്ട് വന്ന് വിറയ്ക്ക് പുതച്ചു കൊടുത്തിട്ട് പറയാണ്, എന്തുകൊണ്ടാണ് നീ ഇത് ചെയ്തതെന്ന് അമ്മയ്ക്കറിയാം. നിന്റെ അനിയത്തിയിൽ നിന്നും നിനക്ക് എന്താണ് വേണ്ടതെന്നും അമ്മയ്ക്കറിയാം. ഇങ്ങനെയൊന്നും ചെയ്യാൻ ശ്രമിക്കരുത്. ഞാൻ എന്തായാലും ആംബുലൻസിന് വേണ്ടി റോഡിൽ കാത്തു നിൽക്കാം, അല്ലെങ്കിൽ അവർക്ക് വഴി മാറി പോകുമെന്ന് പറഞ്ഞ് അമ്മ ഇറങ്ങി പോവാണ്. അപ്പൊ അനിയത്തി ബെത്ത് പുറകെ ഓടി ചെന്നിട്ട്, അമ്മ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അവൾക്ക് എന്താണ് എന്നീന്ന് വേണ്ടത്? എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ ചെയ്യുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അത് കേട്ടിട്ട് അമ്മ പറയും, ഇപ്പൊ നീ എന്നോടൊന്നും ചോദിക്കരുത്. എന്തായാലും വിറ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കണ്ട. ഞാൻ ആംബുലൻസുമായിട്ട് വരാമെന്നും പറഞ്ഞ് അമ്മ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. ഇവൾക്കൊന്നും മനസ്സിലാവില്ല. എന്തായാലും തിരികെ വന്ന് ചേച്ചിയെ നോക്കുമ്പോൾ അവിടെ കിടന്നുകൊണ്ടിരുന്ന ചേച്ചി എഴുന്നേറ്റ് പോയി. ഇവള് ചേച്ചിക്ക് പുറകെ പോവാ. ചേച്ചി വീണ്ടും ബേസ്മെന്റിലേക്ക് ഇറങ്ങിപ്പോയിട്ട് കതക് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവള് വിറാന്ന് വിളിച്ച് ഡോറിയുള്ള ചെറിയ ഗ്രില്ലിൽ കൂടെ താഴത്തേക്ക് നോക്കും. അപ്പൊ വിറയെ കാണുന്നില്ല. ഒരു പുരുഷന്റെ ശബ്ദം കേൾക്കാം. ഞങ്ങൾ നിന്റെ ചേച്ചിയെ നശിപ്പിച്ചു, അടുത്തത് നീയാണ്, നിന്നെയും ഞങ്ങൾ ഇല്ലാതാക്കും. ഇങ്ങനൊരു ശബ്ദം കേൾക്കാം. ഇത് കേട്ട് ബെത്ത് പേടിക്കുമ്പോൾ പണ്ട് ചത്തുപോയ ഗുണ്ടൻ അയാൾ പെട്ടെന്ന് ഇവളെ പാസ് ചെയ്തു പോകുന്നു. പേടിച്ച പെണ്ണ് കണ്ണടച്ച് തുറക്കുമ്പോൾ അയാളെ കാണുന്നില്ല. സോ തനിക്കിത് തോന്നിയതാണ്
കണ്ടതൊരു സ്വപ്നമാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ മിണ്ടാതെ ചെന്ന് ഒരു ചെയറിൽ ഇരിക്കുകയാണ്. അമ്മ വരുന്നതുവരെ കാത്തിരിക്കും. കുറെ സമയമായിട്ട് അമ്മ വരുന്നില്ല. ഇങ്ങനെ കാത്തിരുന്ന പെണ്ണ് അവൾ അറിയാതെ ഉറങ്ങിപ്പോയി. പെട്ടെന്നുണ്ട് ജനാലയെ കൂടെ നേരത്തെ കണ്ട കറുത്ത പട്ടിയില്ലേ, അത് വന്ന് കുരയ്ക്കുന്നു. ആ സമയത്ത് അമ്മയെപ്പോലൊരു രൂപം കതകിന് മുന്നിൽ വന്ന് നിൽക്കുന്നതായിട്ട് കാണാം. ഇവള് മമ്മീന്ന് വിളിക്കുമ്പോഴേക്കും പണ്ട് ചത്തുപോയ ആ പുരുഷ സ്ത്രീയില്ലേ, അത് വന്ന് ഇവളെ വാ പൊത്തിപ്പിടിച്ചു. പിന്നെ പെണ്ണിനൊന്നും ഓർമ്മയില്ല. ഇവള് കണ്ണു തുറക്കുമ്പം പിറ്റേ ദിവസമായി. ശരീരമാസകലം മുറിപ്പാടുകൾ. നേരെ എഴുന്നേറ്റ് നടക്കാനുള്ള ആരോഗ്യം പോലുമില്ല. ആരോ അവളെ തല്ലി ചതച്ചിട്ടുണ്ട്. മുഖമെല്ലാം വരിഞ്ഞു കീറിയ പാടുകളുണ്ട്. മുടിയും കുറെ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. തന്നെ ആരോ പിടിച്ച് വിരൂപയാക്കിയിരിക്കുന്നു. ഇത് കണ്ണാടിയിലൂടെ കണ്ട് അവൾക്ക് ദേഷ്യം വരും. അമ്മയെ വിളിച്ചിട്ട് അമ്മയെ കാണുന്നില്ല. കതവ് ആരോ അടച്ചു വെച്ചിരിക്കുക. സോ ബെത്തിന് മനസ്സിലായി ഇതെല്ലാം ചെയ്തത് വിറയാണെന്ന്. വിറ തന്നോട് പ്രതികാരം ചെയ്ത എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവളത് ചെയ്ത്? അതാണ് ഇനിയുള്ള ചോദ്യം. ദേഷ്യത്തോടെ ബെത്ത് ബേസ്മെന്റിലേക്ക് വന്ന് വിറയോട് ചോദിക്കും, നീ എന്തിനാടി എന്നോട് ഇങ്ങനെ കാണിച്ചത്? നിന്നോട് എന്ത് പാപമാണ് ഞാൻ ചെയ്തത്? എന്നോട് എന്തിനാണ് നിനക്കിത്ര വിരോധം? അത് കേട്ടിട്ട് വിറ ചോദിക്കുകയാണ്, നിനക്കിപ്പം മനസ്സിലാവുന്നുണ്ടോ ഞാൻ അനുഭവിക്കുന്നു? ഇപ്പം മനസ്സിലാകുന്നുണ്ടോ എന്റെ വേദന? ഇത് കേൾക്കുമ്പോൾ ബെത്തിന് കൂടുതൽ ദേഷ്യാവുക. അവൾ വിറയെ തല്ലാൻ പോവാണ്. അപ്പൊ വിറ പറയും, അവരെന്നെ നശിപ്പിച്ചു, ഇപ്പൊ നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതിന് കാരണക്കാരി ഞാനല്ല, അവൻ ചൂസ് ചെയ്തത് നിന്നെയാണ്. അതുകൊണ്ടാണ് അവൻ നിന്നെ ഉപദ്രവിച്ചത്. ഉടനെ ബെത്ത്, യു സൈക്കോ, നീ എന്തിനാടി എന്നെ ദ്രോഹിക്കുന്നു? ഞാൻ നിന്നെ സ്നേഹിച്ചതല്ലേ ഉള്ളൂ, അതിനിങ്ങനെയാണോ പകരം തീർക്കണേന്നും പറഞ്ഞ് വിറയെ കുത്തിനെ പിടിച്ച് തല്ലാൻ നോക്കാം. ഉടനെ വിറ അനീത്തിക്കുട്ടി ബെത്തിന്റെ മോന്തയ്ക്ക് 2 പൊട്ടീര് കൊടുക്കുന്നുണ്ട്. എഴുന്നേക്കടി റിയാലിറ്റിയിലേക്ക് തിരിച്ചു വാന്നും പറഞ്ഞ് ബെത്ത് നിലത്തേക്ക് വീഴും. ഇപ്പോഴെങ്കിലും ലൈഫിൽ ഒരു തവണയെങ്കിലും റിയാലിറ്റിന്ന് ഓടി രക്ഷപ്പെടാതെ തിരിച്ചു വാ. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിരിക്കണേന്ന് നോക്ക്. നീ എവിടെയും പോയിട്ടില്ല, നീ ഇപ്പോഴും ഇവിടെ തന്നെയാണ്. എന്താണോ സംഭവിച്ചത് അത് അക്സെപ്റ്റ് ചെയ്യ്. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞ ആ ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. യഥാർത്ഥത്തിൽ ആ ട്രാൻസ് വില്ലത്തിയെ അമ്മ കൊന്നുകളഞ്ഞില്ല, അതാണ് അമ്മയെ കഴുത്തറുത്തില്ലാതാക്കിയത്. ഈ സത്യം നമ്മുടെ അനിയത്തിക്കുട്ടി ബെത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അമ്മ ശരിക്കും മരണപ്പെട്ടു. ഇവരിപ്പോഴും ആ വീട്ടിലെ ബേസ്മെന്റിൽ തന്നെയാണ്, തടങ്കലിൽ തന്നെയാണ്. ഇവൾക്ക് പ്രായമായി എന്നുള്ളതും വലിയ റൈറ്ററായി കുടുംബമായി എന്നുള്ളതൊക്കെ അവള് കണ്ട സ്വപ്നമാണ്. ഈ റിയാലിറ്റി നടക്കുന്ന കാര്യങ്ങളെ പേടിച്ച് അടിക്കടി സ്വപ്നലോകത്തേക്ക് പോകുന്നതാണ് അവള്. വർഷങ്ങൾ കടന്നുപോയിട്ടില്ല, കുറച്ച് ദിവസങ്ങൾ മാത്രമേ കടന്നുപോയിട്ടുള്ളൂ. ആ ബേസ്മെന്റിൽ കണ്ട ഒരാണിന്റെയും കുഞ്ഞിന്റെയും പടമാണ് അവള് ഭർത്താവായും മോനായും ചിന്തിച്ചത്. ഇപ്പൊ നിനക്കെന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടോ? കുറച്ചു നേരത്തേക്ക് ഞാൻ പേടിച്ചു പോയി. ചേച്ചി പറയാണ്, എനിക്ക് നിന്നെ എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്നറിയില്ലായിരുന്നു. ഇത് കഴിഞ്ഞ് ആ വില്ലന്മാര് കൊടുത്ത പഴയ റൊട്ടി കഷ്ണമൊക്കെ ഇവര് വൈകിട്ട് കഴിക്കുക. അതിറക്കാൻ പോലും ബെത്തിന് കഴിയുന്നില്ല. അവള് ചേച്ചി ചീത്ത പറയും, എന്നെ റിയാലിറ്റിയിലേക്ക് നീ കൊണ്ടുവരണ്ടായിരുന്നു, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല, അമ്മ പോയത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, എങ്ങനെയൊക്കെ പറഞ്ഞ് കരഞ്ഞ് അവർ കിടന്ന് ഉറങ്ങിപ്പോവാ. പിറ്റേ ദിവസം രാവിലെ വിറ ഓടി വന്ന് ബെത്തിനോട് പറയും, ബെത്ത് എഴുന്നേൽക്ക്, നമ്മൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കണം, ഇങ്ങോട്ട് വായോന്ന് പറഞ്ഞ് അവളെ ഒരു കബേർഡിനകത്ത് കയറ്റി വയ്ക്കും. ഇതാ ലേഡിയുടെ ഗെയിമാണ്. അവൾ അകത്ത് വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കണം. ഇപ്രാവശ്യം അവൾ നിന്നെയാണ് സെലക്ട് ചെയ്യുന്നെങ്കിൽ നീ അനങ്ങാതെ അവളെ കൂടെ പോണം. കരയരുത്, ബഹളം വെക്കരുത്. ആ ഗുണ്ടൻ എന്ത് ചെയ്താലും നീ ശബ്ദിക്കാതിരിക്കെ, അല്ലെങ്കിൽ അവൻ ഒരുപാട് ഉപദ്രവിക്കും. കഴിഞ്ഞ തവണ ഞാൻ കുറെ അനുഭവിച്ചതാ. ഒരിക്കലും ബഹളം വെക്കരുതെന്നും പറഞ്ഞ് അനിയത്തിയെ ആ കബേർഡിൽ ഒളിച്ചു വെച്ചിട്ട് ഈ പെണ്ണ് വേറെ ഏതോ സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കുക. അത് കഴിയുമ്പോൾ ആ ട്രാൻസ്ലേഡി വരുന്നു. അയാൾ അവിടെ ഇവിടെയൊക്കെ തപ്പി അവസാനം കബേർഡിനകത്തുള്ള ബെത്തിനെ കണ്ടുപിടിക്കും. കണ്ടുടനെ അവളെയും പൊക്കിയെടുത്തോണ്ട് പോവാ. പെണ്ണ് പേടിച്ച് കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ട്, നടക്കില്ല. അയാളെ പിടിച്ചോണ്ട് പോകും. കൊണ്ടുപോയി ഒരു മുറിയിൽ കെട്ടിയിട്ടിട്ട് ഇവളൊരു പാവയെ പോലെ അണിയിച്ചൊരുക്കാണ്. ലേശം ബിയറും കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. അയാൾ ആ രൂപം കണ്ടാൽ തന്നെ പേടിയാവും. ബെത്ത് ചുറ്റും നോക്കുമ്പോൾ കഴുത്തറക്കപ്പെട്ട നിലയിൽ അവൾ അമ്മയുടെ ബോഡി അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. ഇത് കഴിഞ്ഞ് അയാള് ബെത്തിനെ മുകളിലത്തെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. അവിടെ കുറെ പാവകളൊക്കെയുള്ള ഒരു റൂം. ഈ റൂമിൽ കൊണ്ടുപോയി പാവകൾക്കൊപ്പം ഒരു മേശപ്പുറത്ത് പെൺകുട്ടി ഇരുത്തിയിട്ട് അയാൾ വെളിയിലേക്ക് ഇറങ്ങിപ്പോവാ. ഇത് കഴിഞ്ഞാണ് ആ ഗുണ്ടൻ അങ്ങോട്ട് വരിക. അയാൾ വരുന്നതിന് മുന്നേ ബെത്തൊരു പാവയെന്ന് മൂർച്ചയുള്ളൊരു ഹെയർ പിൻ എടുത്തു വെക്കും, ഒളിച്ചു വെക്കും. ഇത് കഴിഞ്ഞ ഗുണ്ടപ്പൻ, പെരുത്ത ഗുണ്ടപ്പൻ ആ മുറിയിലേക്ക് കടന്നു വരുന്നു. അയാൾക്ക് കഴിഞ്ഞ തവണ അടിയുണ്ടാക്കിയതിൽ എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞൊണ്ടിയാണ് വരുന്നത്. ഇയാൾ വന്ന ഉടനെ ബെത്തിനെ അല്ലാതെ മറ്റൊരു പാവയെ മടിയിലെടുത്ത് വെച്ച് കൊഞ്ചിച്ചോണ്ടിരിക്കും. പെട്ടെന്ന് ഈ പാവയ്ക്കകത്ത് നിന്ന് അതിങ്ങനെ ഹലോ ഹലോ എന്ന് പറയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. സ്പീക്കറൊക്കെ ഉണ്ടാവുമല്ലോ പാവയ്ക്കകത്ത്, അതിന്റെ ശബ്ദം കേൾക്കുന്നു. ഈ ശബ്ദം അയാൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് പാവയുടെ കൈ ഇയാൾ ഒടിച്ചു കളയാണ്. സോ പെൺകുട്ടികൾ ശബ്ദം ഉണ്ടാക്കിയാലും അവരുടെ കൈയും ഈ ഗുണ്ടൻ ഇങ്ങനെ ഒടിച്ചു കളയുന്നുണ്ട്. എന്നിട്ടും ശബ്ദം നിൽക്കാത്തതുകൊണ്ട് ഇയാൾ ഫയർ ഗൺ എടുത്ത് ആ പാവയുടെ കൈ കരിച്ചു കളയാണ്. ഇത് കണ്ട് ബെത്ത് പേടിച്ചിരിക്കുക. ഗുണ്ടപ്പൻ അടുത്ത പാവ എടുക്കാൻ വരും. അവൻ അടുത്തുള്ള വേറെ ഏതോ പാവയാണ് എടുക്കണേന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ ബെത്തിനെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നു. ചേച്ചി പറഞ്ഞനുസരിച്ച് അവൾ അനങ്ങാതെ കിടക്കുക. ചെറിയ ശബ്ദം കേട്ടാൽ പോലും ഇവന് ഇഷ്ടമല്ല. അവൻ പെൺകുട്ടിയെ മണപ്പിച്ച് എന്തോ ഒരു കുഴപ്പം കണ്ടതുകൊണ്ട് ഇവൾ
ഇവളെയും കയ്യോ കാലോ കരിക്കാൻ വേണ്ടി ആ ഫയർ ഗണ്ണ് കയ്യിലെടുക്കുകയാണ്. ഉടനെ ഏതോ പാവയെന്ന് അത് ചിരിക്കുന്ന ശബ്ദം കേൾക്കും. ഇതവൻ ഇഷ്ടപ്പെട്ടില്ല. ആ ഗുണ്ടന്റെ ശ്രദ്ധ മാറുന്ന സമയം നോക്കി ബെത്ത് ഒളിച്ചു വെച്ചിരുന്ന ആ മൂർച്ചയുള്ള ഹെയർ പിന്നെടുത്ത് ഗുണ്ടന്റെ കഴുത്തിലേക്ക് ആഞ്ഞു കുത്തുക. പക്ഷെ കുത്തുകൊണ്ടത് തോളത്തായിപ്പോയി. എന്നാലും വേദന കൊണ്ട് ഇവൻ ചാടി എഴുന്നേറ്റ് പാവകളുടെ ഇടയിലേക്ക് മറിഞ്ഞു വീഴും. അപ്പൊ ഈ പാവകളെല്ലാം അമർന്നു പോയതുകൊണ്ട് അതിൽ നിന്ന് പല ശബ്ദങ്ങളും പുറത്തു വരാണ്. ഈ ശബ്ദം തടിയന് ഇഷ്ടമല്ല. അവൻ പാവകളെല്ലാം പിച്ച് ചീന്തിക്കൊണ്ടിരിക്കുക. ആ ഗ്യാപ്പിന് കുഞ്ഞുപെണ്ണ് ഇറങ്ങി ഓടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നടക്കുന്നില്ല. ഗുണ്ടപ്പൻ പുറകെ വന്ന് അവളെ മുടി പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് പോകും. എന്നിട്ടൊരു ബെഡിൽ വിലങ്ങിട്ട് അവിടെ കിടത്തി പീഡിപ്പിക്കാൻ നോക്കുക. ഇതാണ് അയാൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം അവൻ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി കയ്യിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് ബെത്ത് പരതി നോക്കും. അപ്പോഴാണ് ഈ വീട്ടിലെ പഴയൊരു ടൈപ്പ് റൈറ്റർ ഇവളുടെ കയ്യിൽ കിട്ടുക. അതൊരു ഇരുമ്പ് ഉപകരണമാണല്ലോ, നല്ല ഭാരം കാണും. ഇതിനെ അവളെ പൊക്കിയെടുത്ത് ആ മുട്ടയുടെ മണ്ടയ്ക്കടിക്കുക. ആ അടി കൊണ്ട് അയാളുടെ ബോധം പോയി. ഉടനെ പെണ്ണ് അവന്റെ കയ്യിലെ താക്കോലെടുത്ത് തന്റെ ലോക്കും അഴിച്ചിട്ട് നേരെ ചേച്ചിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവളെ പൂട്ടിയിട്ടിരിക്കുന്ന ബേസ്മെന്റ് കതകിനടുത്തേക്ക് വരിക. അപ്പൊ ഈ ബേസ്മെന്റിനകത്ത് മറ്റേ ട്രാൻസ്ലേഡിയുണ്ട്. അത് ഈ ഗുണ്ടനെ പീഡിപ്പിക്കാൻ വിട്ടിട്ട് സ്വയമേ കതക് പൂട്ടി താഴെ പരതിക്കൊണ്ടിരിക്കാവും. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് ഈ ട്രാൻസിന്. ഇപ്പൊ ഇവള് കതക് തുറന്നു കൊടുത്താൽ ചിലപ്പോൾ ആ ട്രാൻസാ പുറത്തേക്ക് വരാം. അതുകൊണ്ട് പെണ്ണ് ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും അയാൾ ചുറ്റികയെടുത്ത് കതക് പൊട്ടിക്കാൻ തുടങ്ങി. ബെത്ത് ഓടിച്ചെന്ന് ഈ ടൈപ്പ് റൈറ്റർ കൊണ്ട് ഒരു ചില്ല് പൊളിച്ച് അതുവഴിയെ പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ നോക്കുക. അപ്പോഴേക്കും കതക് പൊളിച്ച ട്രാൻസൻ ഇവള് ചാടിയ ഭാഗത്ത് വന്ന് നോക്കും. ചില്ല് പൊളിച്ച് പെണ്ണ് ചാടിയത് അയാൾക്ക് മനസ്സിലായിട്ട് പുള്ളി പെട്ടെന്ന് വീടിന് പുറത്തേക്ക് വന്ന് വീടിന്റെ പരിസരം എല്ലാം പരിശോധിക്കുക. എന്നാൽ ആ സമയത്ത് ബെത്ത് വീടിനകത്ത് തന്നെ ഉണ്ട്. അവള് ചേച്ചിയെ വിട്ട് പോയിട്ടില്ല. ഈ രഹസ്യ കണ്ണാടിയില്ലേ, അതിനകത്ത് അവള് കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ആ വൃത്തികെട്ട ബൊമ്മ അതിനകത്തുണ്ട്. അതാണ് ഈ ഒച്ച വയ്ക്കാതിരിക്കുന്നില്ല. ഈ ബൊമ്മയുടെ വാ പൊത്തി പിടിച്ച് അത് ഒച്ച വയ്ക്കാതിരിക്കോ. എന്തായാലും ഗുണ്ടപ്പന്റെ കയ്യിൽ പെട്ടില്ല. അവനും കാണാതെ ആരും കാണാതെ ഇവള് നേരെ ബേസ്മെന്റിലേക്ക് വരാം. ഈ നേരം ട്രാൻസൻ പുറത്ത് തപ്പി നടക്കുകയാണ് പെൺകുട്ടിയെ. ഇവൾ അയാളെയും കാണാതെ നേരെ വന്ന് വിറയെ വിളിക്കും. വിറ മുകളിലേക്ക് വരൂ, നമുക്ക് ഇവിടുന്ന് ഇറങ്ങി പോകണം. വിറ പേടിച്ച് വരുമ്പം ബെത്ത് ഓടി വന്ന് അവളുടെ കയ്യും പിടിച്ച് ഏതേലും ഇടവഴി ഈ വീട്ടിൽ നിന്ന് ചാടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നടക്കുന്നില്ല. മെയിൻ ഡോർ വഴി തന്നെ പുറത്തേക്ക് ഇറങ്ങണം. താഴേക്ക് വരുമ്പോണ്ട് ആ ട്രാൻസൻ വീടിനകത്തേക്ക് കയറി വരുന്നു. പിടിക്കപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോഴാണ് ഗുണ്ടന്റെ ശബ്ദം കേട്ട് ട്രാൻസൻ മുകളിലേക്ക് പോവുക. ഈ ഗ്യാപ്പിന് പെൺകുട്ടികൾ മുൻഭാഗത്തെ വാതില് വഴി തന്നെ പുറത്തേക്ക് ഓടി ഇറങ്ങാണ്. വെളിയിലെത്തിയ പാട ഒരു സെക്കൻഡ് നിൽക്കാതെ പാടത്തെ വേലിയെല്ലാം ചാടിക്കടന്ന് ജീവനം കൊണ്ട് ഇവർ ഓടുമായിരിക്കും. സ്വാതന്ത്ര്യം കിട്ടിയ പറവകളെ പോലെ ആ രാത്രി മുഴുവൻ കുട്ടികൾ ഓടും. കാടെല്ലാം മറികടന്ന് ഓടും. കിട്ടിയ വഴിയിലൂടെ എല്ലാം ഓടുക. എങ്ങാനാ നാറി പുറകെ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നരകമല്ലേ. അതുകൊണ്ട് ബാക്കിയുള്ള ജീവനും കൊണ്ട് ഇവർ ഓടുക. ഓരോരുത്തർ വീഴുമ്പോൾ ബാക്കിയുള്ള ആള് താങ്ങ് പിടിച്ച് ഓടി ഇപ്പൊ നേരം വെളുത്തു. ഏതോ ഒരു പറമ്പിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അടുത്ത് തന്നെ ഒരു ചെറിയ റോഡും പോകുന്നുണ്ട്. ആ റോഡ് വഴി ഒരു കാറ് പോകുന്ന കാണാം. ഇവർ ദൂരെ നിന്ന് വിളിച്ചു കൂവും. പോകല്ലേ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. വിളിച്ചു കൂവാനുള്ള ആരോഗ്യം പോലുമില്ല. രണ്ടുപേരും നിലത്ത് വീണിട്ട് ഒരുമിച്ച് വാവിട്ട് കരയുക. പോവല്ലേ എന്ന് പറഞ്ഞ് ആ വിളി ഈ കാറിൽ പോകുന്നവർ കേട്ടു. പിള്ളേരെ ഭാഗ്യത്തിന് അത് സ്റ്റേറ്റ് പോലീസ് വണ്ടിയായിരുന്നു. അവര് രാവിലെ ചായ കുടിക്കാൻ അയ്യപ്പേട്ടന്റെ കടയ്ക്ക് പോവായിരുന്നു. കുട്ടികളുടെ നിലവിളി കേട്ടവർ തിരിച്ചു വരും. നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്, ആരാണിത് ചെയ്തതെന്ന് ചോദിച്ചിട്ട് പോലീസുകാർ അടുത്ത് വരിക. പക്ഷെ പോലീസുകാരെ കണ്ടിട്ടും ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട, മാറി നിന്ന് സംസാരിച്ചാൽ മതി എന്ന് പറയാണ്. അവൾക്ക് അനിയത്തി ആ തടിയനെങ്ങാനും പിടിച്ചിട്ട് പോയാലോ എന്നുള്ള പേടിയാ. ആരെ കണ്ടാലും പേടി. അപ്പൊ പോലീസുകാരി മറ്റേ പുരുഷ പോലീസിനോട് നിങ്ങൾ ചെന്ന് സഹായത്തിന് ആളെ വിളിക്കൂ, ഞാൻ ഇവരുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാന്ന് പറയുക. സോ പുരുഷ പോലീസുകാരൻ ഓടി വന്ന് ഇങ്ങനൊരു വിഷയമുണ്ട്, 2 പെൺകുട്ടികളെ പാടത്തുനിന്ന് കളഞ്ഞു കിട്ടി, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആംബുലൻസിന് അയക്കണം എന്ന് പറയും. ഈ നേരത്ത് പോലീസുകാരി കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്, ആരാണത് ചെയ്തതെന്ന്. അവര് പറയും, ഒരു വിച്ചും ഒരു ഓഗറും ചേർന്ന് ഞങ്ങളെ ഉപദ്രവിച്ചാണെന്ന്. മനസ്സിലായില്ല, 2 പുരുഷന്മാർ ഞങ്ങളുടെ ആൻ ക്ലാരിസിന്റെ വീട്ടിൽ വെച്ച് ഞങ്ങൾ ഉപദ്രവിച്ചാണ്. ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പുരുഷ പോലീസുകാരൻ ഈ പെൺകുട്ടികളുടെ അടയാളം പറയും. ഇങ്ങനെ വലിപ്പമുള്ള 15-16 വയസ്സുള്ള പെൺകുട്ടികളാണ് കിട്ടിയതെന്ന്. ഇതൊരു ചെറിയ ഗ്രാമമായതുകൊണ്ട് അങ്ങനത്തെ ഒരു കുടുംബം ഈ ഭാഗത്തേക്ക് വന്നതായി ഓൾറെഡി പോലീസുകാർക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഈ പിള്ളേർ ആ സമയത്ത് ഒരു ക്യാൻഡി ട്രക്കുമായി 2 ആണുങ്ങള് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്ന് അമ്മയെ ഞങ്ങളെ ആക്രമിച്ചു, ഞങ്ങളെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്ന് ഈ ലേഡി പോലീസുകാരിയോട് ഉള്ള കാര്യങ്ങളെല്ലാം പറയും. അപ്പോഴേക്കും കൺട്രോൾ റൂമിൽ നിന്ന് പുരുഷ പോലീസുകാരനോട്, ആ കുടുംബത്തെ ഞങ്ങൾക്ക് മനസ്സിലായി, എത്രയും പെട്ടെന്ന് ആംബുലൻസ് അങ്ങോട്ട് വിടാം, നിങ്ങൾ ആ വീട്ടിലും കൂടെ ഒന്ന് പോയി അന്വേഷിക്കുമെന്ന് പറയും. ഈ പോലീസുകാരൻ ശരിയെന്ന് പറഞ്ഞ് വയർലെസ് വെച്ചിട്ട് ഈ കുട്ടികളുടെ അടുത്തേക്ക് വരിക. അവരെത്രയും പെട്ടെന്ന് ആംബുലൻസ് അയക്കും, അത് വന്നുടനെ നമുക്ക് ആ വീട്ടിലേക്കും കൂടെ ഒന്ന് പോകാനുണ്ടെന്ന് ഇയാൾ പറഞ്ഞു തീർക്കില്ല. അപ്പോഴേക്കും നെഞ്ചത്തേക്ക് വെടിയുണ്ട്. അടുത്ത വെടി തുരുതുര. ഈ ട്രാൻസനാണ് കാട്ടിന്ന് ഓടി വന്ന് ഈ പോലീസുകാരെ ഷൂട്ട് ചെയ്യുന്നത്. ലേഡി പോലീസുകാർ തോക്കെടുക്കുമ്പോഴേക്കും അവർക്കും തുരുതുര വെടികൊള്ളാണ്. അവസാന നിമിഷം എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച പെൺകുട്ടികൾ വീണ്ടും ഈ സാത്താന്റെ പിടിയിലായി. അതേ ക്യാൻഡി വണ്ടിയിൽ ഈ പെൺകുട്ടികളെ വലിച്ചു കയറ്റി കെട്ടിവെച്ചിട്ട് അയാൾ അവരെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഈ നേരത്ത് അനീത്തി കുട്ടി, അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സങ്കടം ഉണ്ടായാൽ ഉടനെ സ്വപ്നലോകത്തേക്ക് പോകും. അങ്ങനെ അവളിപ്പോൾ സ്വപ്നലോകത്താ.
ഈ വണ്ടി അവരെ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പം പെൺകുട്ടികൾ പേടിച്ച് വിറയ്ക്കുകയാണ്. ആ കാല് വയ്യാത്ത പെരുത്ത ഗുണ്ടനുണ്ട് ഇവരെ കാത്ത്. രണ്ടുപേരെയും കൊല്ലുമെന്ന് ഉറപ്പായി. അനിയത്തിക്കുട്ടിയാണെങ്കിൽ സ്വപ്നലോകത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. അവള് തന്റെ സ്വപ്നത്തിൽ താൻ എഴുതിയ കഥ വലിയ ഹിറ്റായതുകൊണ്ട് എല്ലാവർക്കും പാർട്ടി കൊടുത്തുകൊണ്ടിരിക്കുക. അമ്മയുണ്ട് കൂടെ. അപ്പോഴായിരിക്കും പഴയ ചേച്ചിയുടെ രൂപത്തിൽ ഒരു പെൺകുട്ടി ഈ തിരക്കിനിടയിലൂടെ നടന്നു പോകുന്നു കാണുന്നു. ഇവൾ ഓടി പുറകെ ചെല്ലുമ്പോൾ തന്റെ ആ പഴയ ചേച്ചി, ചെറിയ ചേച്ചിയെ ആരോ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ഇതവൾ കണ്ടിട്ട് ചേച്ചിയുടെ അടുത്തേക്ക് ഓടിപ്പോകാൻ നിൽക്കുക. അപ്പൊ അമ്മ പറയുന്നുണ്ട്, മോളെ നീ അത് വിശ്വസിക്കല്ലേ, നീ അവളുടെ കരച്ചിൽ കേൾക്കണ്ട. ഈ ലോകം വളരെ ക്രൂരമാണ്, നീ അതറിയേണ്ട ആവശ്യമില്ല. ഇവിടെ നിനക്ക് സന്തോഷമുള്ള ജീവിതമല്ലേ, നിനക്ക് ഇവിടെ തന്നെ നിന്നൂടെ, എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ഇത് കേട്ട് അനിയത്തി ബെത്ത് അവള് പറയും, ഇവിടെ സന്തോഷമാണെങ്കിലും ആ കരയുന്നത് എന്റെ ചേച്ചിയാ, എനിക്ക് അങ്ങോട്ട് പോകണം, പോയേ തീരുമെന്നും പറഞ്ഞ് ഇവൾ ഓടി ചേച്ചിയുടെ അടുത്തേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ പ്രസന്റിലെ റിയാലിറ്റിയിലേക്ക് അവൾ തിരിച്ചു വന്നു. ഇപ്പൊ ആ തടിയന്റെ കയ്യിൽ നിന്ന് അടി കൊണ്ടുകൊണ്ടിരിക്കുക, കുണ്ടപ്പന്റെ കയ്യിൽ നിന്ന്. അയാൾ കഴുത്തി ഞെരിച്ച് ഇവളെ കൊല്ലുമായിരിക്കും. അവസാനം ഉയിര് പോകാനാവുമ്പോഴാണ് മറ്റേ കണ്ണാടി പ്രതിമ അതിങ്ങനെ കിക്കി എന്ന് പറഞ്ഞ് ചിരിക്കുന്നു. ഇത് കണ്ട് ഗുണ്ടപ്പന് ദേഷ്യം വന്ന് അവൻ ആ പ്രതിമേനെ ഉപദ്രവിക്കാൻ പോവാ. ഈ തക്കത്തിന് അനീത്തിക്കുട്ടി ചേച്ചിയുടെ അടുത്തേക്ക് ഓടി വരും. ചേച്ചി ആ ട്രാൻസൻ കഴുത്ത് ഞെരിച്ച് കൊന്നുകൊണ്ടിരിക്കാവും. ഇവള് പുറകെ ഓടി വന്ന് ട്രാൻസന്റെ പുറത്തേക്ക് വലിഞ്ഞു കയറി അയാളുടെ ശരീരം മുഴുവൻ കടിച്ചു പറിക്കാൻ തുടങ്ങും. ഇനി ഒരൊറ്റ ആയുധം, പ്രതിരോധം, കടിച്ചു പറിക്കാന്നുള്ളതാ ഈ കുട്ടികൾ കാണിക്കുന്ന പോലെ. അങ്ങനെ കടിച്ചു പറിക്കുന്ന സമയത്ത് ആ ഗുണ്ടപ്പൻ അവൻ തല്ലിപ്പൊളിച്ച പ്രതിമയായിട്ട് വരുന്നുണ്ട് ഈ പിള്ളേരെ തല്ലിപ്പൊളിക്കാൻ. അങ്ങനെ വരുന്ന സമയത്ത് പുറകെ നിന്ന് 2 വെടി അവന്റെ നെഞ്ചു ഭാഗത്തേക്ക് കൊള്ളും. വിവരം അറിഞ്ഞെത്തിയ പോലീസുകാരനാണ് ഷൂട്ട് ചെയ്തത്. ഈ ഗുണ്ടൻ മരിച്ചു വീഴുമ്പം ആ ട്രാൻസൻ ഓടി വന്ന് ഗുണ്ടനെ കെട്ടിപ്പിടിച്ച് കരയുക, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട്. അത് കഴിഞ്ഞ് ഇയാൾ ദേഷ്യത്തോടെ നേരെ പോലീസുകാരനെതിരെ തിരിയാൻ തുടങ്ങും. അത് കാണുമ്പോൾ പോലീസ് അനങ്ങരുത്, നീ വിളച്ചിലെടുത്താൽ ഞാൻ ഷൂട്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതിന്റെ നിപ്പൊക്കെ കാണണം. ഷൂട്ട് ചെയ്യുക മാത്രമല്ല, ഷൂട്ട് ചെയ്തിട്ട് മമ്മൂട്ടിയും കൊണ്ട് മണ്ടയ്ക്കടിക്കാൻ തോന്നും. ഇപ്പം അത് അനങ്ങാത്ത പോലെ അഭിനയിച്ച് പെട്ടെന്ന് പോലീസിന് മേൽ ചാടി വീഴാൻ നോക്കുക. പക്ഷെ പോലീസുകാരൻ വെടിച്ചു. ഠേ എന്ന് 3 വെടി പൊട്ടിച്ചു. അതോടെ ആ സ്പോട്ടിൽ തന്നെ ഈ ട്രാൻസനും മരിച്ച് വീഴാണ്. പിള്ളേർ ഓടി വന്ന് പരസ്പരം കെട്ടിപ്പിടിക്കും. അത് കഴിയുമ്പോൾ കുറേ പോലീസുകാരും കുറേ മെഡിക്കൽ ഓഫീസർമാരും ഒക്കെ വന്ന് പിള്ളേരെ പൊതിഞ്ഞെടുത്ത് നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാണ്. ഈ സമയത്ത് ചെറിയ മോൾക്ക് അമ്മ ആ വീട്ടിൽ തന്നെ ഉള്ളതായിട്ട് തോന്നും. അവരുറപ്പായും നീ കഥകൾ എഴുതണം എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് ആംബുലൻസിൽ കിടക്കുമ്പോൾ അതിനകത്തുള്ളൊരു ഡോക്ടർ ഇവളെ ഒന്ന് കംഫർട്ട് ചെയ്യിക്കാൻ വേണ്ടി, മോൾക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അതിനെ ബെത്ത്, ഇല്ല, എനിക്ക് സ്പോർട്സ് അല്ല ഇഷ്ടമുള്ളത്, എനിക്ക് കഥകൾ എഴുതാനാണ് ഇഷ്ടമുള്ളത് എന്ന് പറയും. അവിടെ വെച്ച് ഇൻസിഡന്റ് ഇൻ എ ഗോസ്റ്റ് ലാൻഡ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ മൂവിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാസ്.